മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കാം. ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് എന്തായാലും മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ച ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ റെസിപ്പി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഈ ഒരു ബൗളിലേക്ക് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം കുറേശ്ശെയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബട്ടറാണ്. ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ്. ബട്ടറൊക്കെ ചേർത്ത് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ കേക്കിന് ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബട്ടറൊക്കെ ചേർക്കാൻ മറക്കണ്ട. ബട്ടറും കൂടെ ഇതോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഈ പാല് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ ഒരു ടെക്സ്ചറിലായിരിക്കും ഇത് കിട്ടുന്നത്. അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതിയാകും. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. പാല് ആദ്യം തന്നെ കൂടുതലായി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദമാവാണ്. അതിനുശേഷം 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഈ മിക്സിലേക്ക് തന്നെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഞാനിതൊരു ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് കുറച്ചധികം സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. കുറച്ചുകൂടെ ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കൂടെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ മുഴുവനായും ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കൂടെ കളഞ്ഞ ശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാനിലാണ്. ഈ ഒരു രീതിയിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതിൽ എയർ ഹോൾസ്, ഈ അടപ്പിലുണ്ടായിരുന്ന എയർ ഹോൾസ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ആ ഒരു എയർ ഹോൾസ് കവർ ചെയ്ത് വെക്കുന്നത് മറന്നു പോകരുത്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. തണുക്കാനായി വെയിറ്റ് ചെയ്യാനൊന്നും ഇവിടെ കുട്ടികൾ സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചൂടോടുകൂടി തന്നെ റിമൂവ് ചെയ്യുന്നത്. നന്നായി തണുത്ത ശേഷം മാത്രം ഇതുപോലെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ എയർ ഹോൾസ് ഒന്ന് കവർ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ മുകൾ വശം കാണുമ്പോൾ അത് കവർ ചെയ്യാഞ്ഞത് കൊണ്ടുണ്ടായ ഡാമേജ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ ആ മുകൾ ഭാഗം ഈ ഒരു രീതിയിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബേക്കായി കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണ്. അത്രയും ഒരു പോർഷൻ കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കേക്കൊന്ന് പീസസ് ആക്കുകയാണ്. നല്ല ടേസ്റ്റിലും സോഫ്റ്റായിട്ടും ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ചൂടോടുകൂടി മുറിച്ചതുകൊണ്ട് തന്നെ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ
കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് കോട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്രയും ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ കുട്ടികളിത് കാലിയാക്കി. അപ്പോൾ അതിന് മുന്നേ ചെയ്ത ഒരു റെസിപ്പിയുടെ പിക്ചറാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്